الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യേണ്ട അധ്യായങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് എല്ലാ ദിവസങ്ങളിലും പല സന്ദർഭങ്ങളിലായി നമ്മൾ പാരായണം ചെയ്യേണ്ട ധാരാളം അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ മുൽക്കിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ സൂറത്തു സജദയെ സംബന്ധിച്ച്, സൂറത്തുൽ കഹ്ഫിനെ സംബന്ധിച്ച്, സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് പാരായണം ചെയ്യേണ്ടത് എന്നത് ഹദീസുകളുടെ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും 17 തവണ പാരായണം ചെയ്യേണ്ട സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രാധാന്യം, അതാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ഏറെ നേരം ചർച്ച ചെയ്തത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം, എല്ലാവർക്കും മനഃപ്പാടമുള്ള വളരെ ചെറിയ സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്. അത് ഖുർആനിൻ്റെ 1/3. ഖുർആനിൻ്റെ 1/3 ഭാഗം പാരായണം ചെയ്യുന്ന പ്രതിഫലം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുകയാണ് എങ്കിൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ തുടർച്ചയായി പറഞ്ഞു പോരുന്ന ഈ വിഷയത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനിലെ 113, 114 അധ്യായങ്ങൾ, ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 2 സൂറത്തുകൾ, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും മനഃപ്പാടമുള്ള അധ്യായമാണ്.
ആ അധ്യായവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില പാഠങ്ങൾ നമ്മൾ ദിനേന ഓർക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചക തിരുമേനി പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല ലം യുറാ മിത്ലുഹുന്ന ഖത്തു. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്നലെ രാത്രിയിൽ അവതരിപ്പിക്കപ്പെട്ട സൂക്തങ്ങൾ നീ അറിഞ്ഞില്ലയോ? അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല ലം യുറാ മിത്ലുഹുന്ന ഖത്തു എന്നാണ്. ഇന്നലെ രാത്രി അവതീർണമായ ആ സൂക്തങ്ങൾ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ലം യുറാ മിത്ലുഹുന്ന ഖത്തു, അതിന് തുല്യമായ, അതിന് സമാനമായ വചനങ്ങൾ മുമ്പൊരിക്കലും കാണപ്പെട്ടിട്ടില്ല എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ധാരാളം സൂറത്തുകൾ, ധാരാളം ആയത്തുകളുണ്ട്. ആ ആയത്തുകൾക്കോ സൂറത്തുകൾക്കോ ഇല്ലാത്ത പ്രത്യേകതയും മഹത്വവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അധ്യായങ്ങൾക്ക് നൽകുകയാണ്. പ്രവാചകന്റെ വാചകം ഇതിന് തുല്യമായ, ഇന്ന് അവതീർണമായ ഈ രാത്രിയിൽ അവതരിച്ച സൂറത്തുകൾക്ക് തുല്യമായ വചനങ്ങൾ, ആയത്തുകൾ മുമ്പൊരിക്കലും അവതരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. വിശുദ്ധ ഖുർആനിലെ 113, 114 അധ്യായങ്ങൾ. ഈ ഹദീത്തിൽ നിന്ന് തന്നെ ഈ സൂറത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ ഉഖബയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഉഖബ തഅവ്വദ് ബിഹിമാ ഫമാ തഅവ്വദ മുതഅവ്വിദുൻ ബിമിത്ലിഹിമാ. പ്രവാചക തിരുമേനി പറഞ്ഞത്, ഈ രണ്ട് സൂറത്തുകൾ കൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടൂ, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കൂ. ഇതുപോലെ അള്ളാഹുവിനോട് മറ്റൊന്നുകൊണ്ടും ആരും കാവൽ തേടിയിട്ടില്ല. അപ്പം എന്തിനാണ് ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത്? വിശുദ്ധ ഖുർആനിലെ നമുക്ക് പരിചയമുള്ള, നമുക്ക് മനഃപ്പാടമുള്ള ഈ സൂറത്തുകൾ എന്തിന് വിശ്വാസികൾ നിരന്തരം ഓതണം, നിരന്തരം പാരായണം ചെയ്യണം? ഇതൊരു കാവൽ തേട്ടമാണ്, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന അധ്യായമാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫലഖിലെ ആദ്യത്തെ ആയത്ത് തന്നെ, ഖുൽ, നബിയെ പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു എന്നാണ്. എന്തിനാണ് പുലരിയുടെ രക്ഷിതാവിനോട് നാം ശരണം ചോദിക്കുന്നത്? പുലരിയിൽ എത്രയോ നല്ല കാഴ്ചകളുണ്ട്, എത്രയോ നല്ല വിഷയങ്ങളുണ്ട്. പക്ഷേ പുലരിയുടെ നാഥനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അടുത്ത വാചകം എന്താണ്? മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളതിലെ കെടുതികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്. ഈ ലോകത്ത് പലതുമുണ്ട്. ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹങ്ങളിലെല്ലാം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ? വെള്ളമില്ല എങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വെള്ളത്തിന് വേണ്ടി മനുഷ്യർ യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ് ചരിത്രകാരന്മാർ, അതേപോലെ തന്നെ പഠനം നടത്തിയ ആളുകൾ പറയുന്നത്. വരുന്ന ഒരു നൂറ്റാണ്ടിൽ, വരുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ രാജ്യവും അവരുടെ സമ്പത്തിൻ്റെ വലിയ ഒരു ഭാഗം മാറ്റിവെക്കുന്നത് ജലസ്രോതസ്സുകൾക്ക് കാവൽ നിൽക്കാൻ പട്ടാളക്കാരെ നിർത്താൻ വേണ്ടിയായിരിക്കും. ഇന്ന് അതിർത്തിയിൽ കാവൽ നിർത്തുന്ന, മറ്റുള്ള രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ ചെലവഴിക്കുന്ന, ഓരോ രാജ്യവും ചെലവഴിക്കുന്ന സമ്പത്ത്, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒരു നാട് ചെലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂടുതൽ അവർ മാറ്റിവെക്കുന്നത് പ്രതിരോധത്തിന് വേണ്ടിയാണ്. എന്നാൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഓരോ രാജ്യവും ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കുക എന്നാണ്. അപ്പോൾ റബ്ബിൻ്റെ നിഅമത്താണ് വെള്ളമെന്ന് പറയുന്നത്. എന്നാൽ ആ വെള്ളം കൊണ്ടുള്ള അപകടങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വെള്ളം അതിൻ്റെ പരിധി വിട്ടൊന്ന് അധികമായാൽ എന്തെല്ലാം ദുരന്തങ്ങളാണ്. നമുക്കാർക്കും തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. പ്രളയങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെയുള്ള മഹാമാരികൾ, മഹാ അപകടങ്ങൾ പ്രളയത്തിലൂടെ വെള്ളത്തിൻ്റെ വർദ്ധിച്ച ശക്തിയോടുകൂടെ ഈ ലോകത്ത് സംഭവിച്ചതിന് ഒരുപാട് സാക്ഷികളാണ് നമ്മൾ. അതാണ് മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മഴ അത് അതിരുവിട്ടാൽ പ്രശ്നമാണ്, വെള്ളം അതിരുവിട്ടാൽ പ്രശ്നമാണ്, ചൂട് അതിരുവിട്ടാൽ പ്രശ്നമാണ്. എല്ലാം അതിൻ്റെ പരിധി ലംഘിച്ചാൽ മനുഷ്യൻ അപകടമാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് സൃഷ്ടിച്ചു വെച്ച നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അമിതമാകുമ്പോൾ
അതിൻ്റെ ഒരു തോതിനപ്പുറം പോകുമ്പോൾ അതിലൂടെ വലിയ അപകടങ്ങൾ സംഭവിക്കാനുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ സൂറത്ത് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അപ്പോൾ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ്? ഇതൊരു കാവൽ തേട്ടമാണ്. വരാൻ പോകുന്ന ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ് സൂറത്തുൽ ഫലഖിലൂടെയും സൂറത്തുൻ നാസിലൂടെയും വിശ്വാസികളായ ആളുകൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ ഉമ്മ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇഷ്തകാ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത് വയൻഫുസു ഫലമ്മാ ഇഷ്തദ്ദ വജുഉഹു കുൻതു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിഹാ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ആവലാദികൾ ഉണ്ടാകുമ്പോൾ, ശരീരത്തിന് വേദനയുണ്ടാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈകളിൽ ഊതി ഈ 2 അധ്യായങ്ങൾ പാരായണം ചെയ്യും. തൻ്റെ കയ്യിൽ ചെറുതായി ഒന്ന് ഊതിയതിന് ശേഷം ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്ത് ആ കൈകൾ കൊണ്ടെന്ത് ചെയ്യും? പ്രവാചക തിരുമേനി തൻ്റെ ശരീരം തടവും. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. പ്രവാചകൻ അത് പതിവുള്ള കാര്യമാണ്. കാന ഇദാ ഇഷ്തക, പ്രവാചകൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഫലമ്മാ ഇഷ്തദ്ദ വജുഉഹു കുൻതു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായപ്പോൾ, പ്രവാചകന് ഒറ്റക്കത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് ഊതി പ്രവാചകന് വേണ്ടി ആ സൂറത്തുകൾ പാരായണം ചെയ്ത് പ്രവാചകന്റെ പുണ്യമാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? നബിയുടെ ശരീരഭാഗങ്ങൾ തടവിക്കൊടുത്തു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്തുകൂടെയാണ്? ഇതൊരു കാവൽ തേട്ടമാണ്. അതോടൊപ്പം തന്നെ ഇത് മന്ത്രിക്കാനുള്ളൊരു സൂറത്താണ്. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അതേപോലെ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ വരുമ്പോൾ ഈ സൂറത്ത് കൊണ്ട് റുഖിയ നടത്താൻ, ഈ സൂറത്ത് കൊണ്ട് മന്ത്രിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നൽകിയത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ഹദീസിലെ ഒരു പ്രയോഗം നമ്മൾ പ്രത്യേകം പഠിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മുഅവ്വിദാത്ത് പാരായണം ചെയ്യണമെന്നാണ്. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ 3 സൂറത്തുകളുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് സൂറത്തു നാസിനെ കുറിച്ചും അതേപോലെ തന്നെ സൂറത്തുൽ ഫലക്കിനെ കുറിച്ചുമാണ്. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ അതിൽ സൂറത്തു ഇഖ്ലാസ് കൂടെ വരും. മുഅവ്വിദതൈനി എന്ന് പറയുമ്പോഴാണ് സൂറത്തുൽ ഫലക്കും നാസും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിലെ പ്രയോഗം മുഅവ്വിദാത്ത് എന്നാണ്. മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ 3 സൂറത്തുകൾ ഓതിയാണ് എന്ത് ചെയ്യേണ്ടത്? റുഖിയ നടത്തേണ്ടത് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ പ്രവാചക തിരുമേനി പറഞ്ഞു, ഹദീസിൽ കാണാൻ അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖ്റഅൽ മുഅവ്വിദാതി ദുബ്റ കുല്ലി സ്വലാത്തിൻ. അവിടെ ഈ മുഅവ്വിദാത്ത് എന്നാണ്. അഥവാ ഈ 3 സൂറത്തുകൾ, അവസാനത്തെ ഖുർആനിലെ ഏറ്റവും അവസാന ഭാഗത്തുള്ള 3 അധ്യായങ്ങൾ, ഈ അധ്യായങ്ങൾ അൻ അഖ്റഅൽ മുഅവ്വിദാതി ദുബ്റ കുല്ലി സ്വലാത്തിൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. അമറനി റസൂലുള്ളാഹ്, പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്തിന്? പാരായണം ചെയ്യാൻ. ഏത് സൂറത്തുകൾ? ഈ മുഅവ്വിദാത്തുകൾ. എപ്പോൾ? ദുബ്റ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിർബന്ധ നമസ്കാരങ്ങളുടെയും പിറകെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളായ ആളുകൾ അവരുടെ നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യണം. എത്ര സമയം വേണം? വളരെ ചെറിയ സമയം. അതുകൊണ്ട് തന്നെ സൂറത്തു നാസും ഫലക്കും ഇഖ്ലാസും നമ്മുടെ ജീവിതത്തിലെ 5 നേരത്തെ നമസ്കാരങ്ങളിലും എന്ത് വേണം? ആ നമസ്കാരങ്ങൾക്ക് പിറകെ പാരായണം ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. മുആദ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജന ഫീ ലൈലത്തിൻ മതീറത്തിൻ വദുൽമത്തിൻ ശദീദത്തിൻ നത്ലുബു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലനാ. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി, പ്രവാചകനെ അന്വേഷിച്ച് ഞങ്ങൾ നടന്നു. നമസ്കരിക്കാൻ വേണ്ടിയാണ്, നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയാണ്. ഞങ്ങൾ ആ നടന്ന ദിവസമെന്ന് പറഞ്ഞാൽ മഴയും ഇരുട്ടും നിറഞ്ഞ രാത്രിയിലാണ്, പ്രയാസങ്ങളുള്ള രാത്രിയിലാണ്. അങ്ങനെ ഞങ്ങൾ നബിയെ അന്വേഷിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തെത്തി, ഫഅദ്റക്തുഹു, ഞങ്ങൾ നബിയെ കണ്ടുമുട്ടി. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയണം. ആ സമയത്ത് ഫലം അഖുൽ ഷൈഅ, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. സുമ്മ ഖാല, വീണ്ടും നബി പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയണം. ഫലം അഖുൽ ഷൈഅ, അപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഖാല ഖുൽ, വീണ്ടും നബി പറഞ്ഞു, പറയണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഖുൽതു മാ അഖൂലു, നബിയെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? നിങ്ങൾ ഞങ്ങളോട് പറയാൻ പറയുന്നു, എന്താണ് ഞങ്ങൾ പറയേണ്ടത്? അപ്പോൾ നബി പറഞ്ഞു, ഖാല ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹത്താ തുംസി വതുസ്ബിഹു 3 മററാത്തിൻ
തക്ഫീക മിൻ കുല്ലി ഷൈഇൻ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എല്ലാ പ്രഭാതത്തിലും എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും എന്ത് വേണം? നിങ്ങൾ സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പറയണം, നിങ്ങൾ ഓതണം. അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? രാവിലെയും വൈകുന്നേരവും 3 തവണ നിങ്ങൾ പാരായണം ചെയ്താൽ എല്ലാത്തിൽ നിന്നും രക്ഷയായി ആ അധ്യായം മതിയാകുന്നതാണ്. തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാത്തിൽ നിന്നുള്ള സംരക്ഷണമായി ആ അധ്യായങ്ങൾ മതിയാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കുറപ്പുണ്ട് ഈ പള്ളിയിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സൂറത്ത് അറിയാം. പക്ഷെ ഇന്നത്തെ ദിവസം രാവിലെ ഈ സൂറത്ത് ഓതിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഇന്നലെ വൈകുന്നേര സമയത്ത് ഈ സൂറത്ത് പാരായണം ചെയ്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഒരു ദിവസത്തിൽ 5 നേരത്തെ നമസ്കാരങ്ങളുടെ പിറകെ ഈ സൂറത്ത് പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്ന ഹദീത്ത് നമ്മൾ കേട്ടു. അറിയാത്തവരല്ല നമ്മൾ. പക്ഷേ ഇന്നലത്തെ 5 നേരത്തെ നമസ്കാരമെടുത്ത് സുബഹിയും ദുഹറും അസറും മഗ്രിബും ഇശാവും അത് നമസ്കരിച്ചതിൻ്റെ ശേഷം ഈ സൂറത്ത് ഓതിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അവിടെയാണ് പ്രശ്നം. നമ്മൾ കേൾവിക്കാരായി മാറുന്നുണ്ട്. കേൾവിക്കാരാകുക മാത്രമല്ല, ഒരു അറിവന്വേഷിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും നല്ല കടമ എന്ന് പറയുന്നത്, അറിവ് തേടുന്ന ആളുകൾ അവർ നന്നായി കേൾക്കണം, അത് മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു താലിബുൽ ഇൽമിൻ്റെ മതവിദ്യാർത്ഥിയുടെ നല്ല അടയാളമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ആബാ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി ثم نفس فيهما فقرأ فيهما قل هو الله أحد وقل أعوذ برب الفلق وقل أعوذ برب الناس ثم يمسح بهما ما استطاع من جسده يبدأ بهما على رأسه ووجهه وما أقبل من جسده يفعل ذلك 3 مرات. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. നമ്മൾ ഉറങ്ങുന്ന ആൾക്കാരാണ്. ഉറങ്ങാത്ത ആരുണ്ടാകില്ല നമ്മുടെ കൂട്ടത്തിൽ. ഉറങ്ങുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ആബാ ഇലാ ഫിറാശിഹി, പ്രവാചക തിരുമേനി എല്ലാ രാത്രികളിലും വിരിപ്പിലേക്ക് വന്നാൽ തൻ്റെ 2 കൈപ്പടങ്ങളും ചേർത്ത് വെക്കുകയും 2 കൈകൾ ചേർത്ത് പിടിച്ച് ആ കൈകളിലേക്ക് ഊതി പ്രവാചകൻ ഈ സൂറത്തുകൾ പാരായണം ചെയ്ത് തലയിൽ നിന്ന് തുടങ്ങി തലയും മുഖവും അടക്കം തനിക്ക് സാധ്യമാകുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രവാചകൻ തടവുമെന്നാണ്. നബിയുടെ സുന്നത്താണിത്. നബിയെ പിൻപറ്റുന്ന ആളുകളാണ് നമ്മൾ. പ്രവാചകനോട് ഇഷ്ടമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് നമ്മൾ. പ്രവാചകനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമെന്ന് പറഞ്ഞാൽ അത് തെരുവിൽ പ്രകടനം നടത്തലല്ല, മറിച്ച് പ്രവാചക തിരുമേനിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ 112, 113, 114 അധ്യായങ്ങൾ, അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരം പാരായണം ചെയ്യേണ്ട, പല സന്ദർഭങ്ങളിലും ഓതേണ്ട സൂറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകളായി മാറുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണ്. ചെറിയ സൂറത്താണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറയുന്ന അധ്യായം. ആ അധ്യായത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, അന്നഹു അത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈആ അഖൂലുഹു ഇദാ ആബൈതു ഇലാ ഫിറാശി. ആ സ്വഹാബി ചെന്ന് നബിയോട് പറയുന്നത്, നബിയെ, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തു ചൊല്ലണമെന്നാണ് എനിക്ക് പഠിപ്പിച്ചത്. എന്തു ചൊല്ലണം അതെനിക്ക് പഠിപ്പിച്ചു തന്നാലും, എനിക്കൊന്ന് പറഞ്ഞു തന്നാലും, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നീ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യണം. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്. വല്ലാത്തൊരു വാചകമാണത്. എന്താ പ്രവാചകൻ പറഞ്ഞത്? നീ കാഫിറൂൻ പാരായണം ചെയ്യണം, അത് ഷിർക്കിൽ നിന്നുള്ള മോചനമാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഇമാം തുർമുദി ഉദ്ധരിച്ച ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണത്. എത്ര വിശ്വാസികൾ ഈ അധ്യായം പാരായണം ചെയ്യുന്നുണ്ട്? ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങുന്നതിൻ്റെ മുൻപ് ഈ സൂറത്ത് ഓതി ഉറങ്ങുന്ന എത്ര മുസ്ലിങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എന്താ ഈ അധ്യായത്തിന്റെ പ്രത്യേകത? എന്താ? ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്ന അധ്യായമാണ്. എന്താ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിൻ്റെ അസ്മായിൽ, അള്ളാഹുവിൻ്റെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ, അതേപോലെ തന്നെ ഉലൂഹിയത്തിൽ, അസ്മാ വ സിഫാത്തിൽ പങ്കുചേർക്കലാണ്, തൗഹീദിൽ പങ്കുചേർക്കലാണ്. ആ ഷിർക്കിൽ നിന്ന് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം, നരകം ഉറപ്പാണ് ഷിർക്ക് ചെയ്താൽ. ആ ഷിർക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? സംരക്ഷണം ലഭിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ കാഫിറൂൻ. എത്രയാൾ ഓതാറുണ്ട്?
അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കേൾവിക്കാർ മാത്രമാകരുത് എന്ന് വീണ്ടും വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സുബഹിയുടെ മുൻപുള്ള സുന്നത്ത് നമസ്കാരം അത് ഒരാൾ ഒരു തുലാസിൽ വെച്ചു, എന്നിട്ട് ഈ ലോകത്തുള്ള മുഴുവനും മറുതുലാസിലും വെച്ചു, ഈ ലോകവും അതിലുള്ളതെല്ലാം. എങ്കിൽ ഭാരം കൂടുക സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിനാണ്. ആ 2 റക്അത്തിന് അത്രമാത്രം മഹത്വമുണ്ട്, അത്രമാത്രം സ്ഥാനമുണ്ട്. ആ സുന്നത്ത് നമസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്തേതാ? സൂറത്തുൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. അതേപോലെ തന്നെ ത്വവാഫിന്റെ സമയത്ത് ത്വവാഫ് കഴിഞ്ഞാൽ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ചുള്ള നമസ്കാരം സുന്നത്തായ നമസ്കാരമാണ്. അതിൽ ആദ്യം ഓതേണ്ടത് സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത് സൂറത്തുൽ ഇഖ്ലാസ്. ഇങ്ങനെ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യേണ്ട മറ്റ് സമയങ്ങൾ കൂടെയുണ്ട്. അത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും പ്രാവർത്തികമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൂറത്തുൽ ഫതഹ്, സൂറത്തുൽ ഫതഹ് എന്ന അധ്യായത്തെക്കുറിച്ച് നബി പറഞ്ഞത്, ഈ രാത്രിയിൽ എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്, അതാകട്ടെ എനിക്ക് സൂര്യൻ ഉദിച്ച ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളെക്കാൾ ഏറ്റവും ഇഷ്ടകരമായ സൂറത്താണ്. സൂറത്തുൽ ഫതഹ് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് പറഞ്ഞ് പ്രവാചകൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന അധ്യായമാണ്. സ്വഹാബികൾ ഒരു പ്രതിസന്ധിയിൽ നിന്ന സന്ദർഭത്തിൽ, ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലം, ആ സമയത്ത് നിരാശരായി നിൽക്കുന്ന സ്വഹാബികളുടെ മുമ്പിലേക്ക് ഈ നാടും നഗരവുമെല്ലാം മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന ഒരു വ്യക്തമായ വിജയം വിശ്വാസികൾക്ക് ലഭിക്കുമെന്ന സന്തോഷ വാർത്തയുമായി കടന്നു വന്ന അധ്യായമാണ് സൂറത്തുൽ ഫതഹ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫതഹ് ഏത് സമയത്തും ഓതാം. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള. നബിക്കേറെ ഇഷ്ടമുള്ള അധ്യായമാണ് സൂറത്തുൽ ഫതഹ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട, എപ്പോഴും മറക്കാതെ പ്രാവർത്തികമാക്കേണ്ട ആയത്താണ് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് ആയത്തുൽ കുർസി. കാണാതെ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. ആയത്തുൽ കുർസി തെറ്റാതെ ഓതാൻ അറിയാത്ത ആൾക്കാരുണ്ടാകും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബിയുടെ ചോദ്യമുണ്ട്, യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം. അബുൽ മുൻദിർ, നിനക്കറിയുമോ അല്ലാഹുവിന്റെ കിതാബിൽ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ് എന്ന് നിനക്കറിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവിനും അവന്റെ റസൂലുമാണ് അറിയാം. യാ അബൽ മുൻദിർ അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ളം. വീണ്ടും ആ ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ആയത്ത് അദ്ദേഹം ഓതി കൊടുത്തു, ആയത്തുൽ കുർസി. ആ സ്വഹാബി പറയുകയാണ്, ഖാല ഫളറബ ഫീ സദ്രി. അവൻ നബി എൻ്റെ നെഞ്ചത്തടിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, വല്ലാഹി വല്ലാഹി ലയഹ്നീകൽ ഇൽമു അബൽ മുൻദിർ. അബൽ മുൻദിർ, നിങ്ങൾ ആ അറിവ് കരസ്ഥമാക്കിയ ആളുകളാണ്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. നിങ്ങൾ ആ വിജ്ഞാനം നേടിയാലാണ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തേതാ? അത് ആയത്തുൽ കുർസിയാണ്. മനസ്സിലായില്ലേ? ആ ആയത്ത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ഓതണം. എല്ലാ നിർബന്ധ നിസ്കാരത്തിൻ്റെ ശേഷവും നബി പറഞ്ഞു, നിർബന്ധ നമസ്കാരങ്ങളുടെ ശേഷം ആയത്തുൽ കുർസി ഒരാൾ ഓതി, അയാൾക്ക് സ്വർഗം ലഭിക്കണമെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി സംഭവിച്ചാൽ മതി. എന്താ കാര്യം? അയാൾ മരിച്ചാൽ മതി. അയാൾ മരിച്ചാൽ സ്വർഗത്തിലാണ്. നമ്മൾ ഈ പണിയെടുക്കുന്നതിനാ സ്വർഗത്ത് പോകാനാ. നോക്കൂ നിങ്ങൾ, ആയത്തുൽ കുർസി എല്ലാ ദിവസവും നമസ്കാര ശേഷം ഓതുന്നയാള്, അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അൻ യമൂത് എന്നാണ് ഹദീസിലെ പ്രയോഗം. സ്വർഗം അയാൾക്ക് തടയുകയില്ല, തടയപ്പെടുകയില്ല. അയാൾ എന്ത് ചെയ്താൽ മതി? മരിച്ച അയാൾ സ്വർഗത്തിലാണ്. പക്ഷെ അതിനനുസരിച്ച് ജീവിക്കണം. ആയത്തുൽ കുർസിന്റെ അർത്ഥം പഠിക്കണം. ആ ആയത്തിൽ പറയുന്ന ആശയമുണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യണം? അത് ഓതാൻ നമ്മൾ തയ്യാറാകണം. അപ്പം എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷം എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി ഓതണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്യണം. ഇതൊക്കെ ഹദീസുകളിൽ വന്ന വിഷയങ്ങളാണ്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ ആമന റസൂൽ എന്ന് പറയുന്ന ആയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പാരായണം ചെയ്യുന്ന ആയത്താണ്. ആ ആയത്തോതിയാൽ അത് വിശ്വാസികൾക്ക് സംരക്ഷണമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെറുതെയല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് അമലുകൾ ചെയ്യാൻ വേണ്ടിയാണ്. ഈ കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മൾ പരിശ്രമിക്കുക. അമലുകളുമായി പരലോകത്തെത്തുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഏറെ സുന്ദരമാണ്. ഇസ്ലാമിലെ ഏതൊരു നിയമവും വികൃതമാണ്, നല്ലതല്ല എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എല്ലാ ആളുകൾക്കുമുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെ അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ സഹോദരന് നേരെ ആയുധം ചൂണ്ടിയാൽ, ഒരു കത്തിയെടുത്ത് ആ കത്തി മറ്റൊരാളുടെ നേരെ ചൂണ്ടുന്നത് പോലും പാപമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മൾ കാരണം മറ്റൊരാൾ വേദനിക്കാൻ പാടില്ല. നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ചെയ്തികൾ കൊണ്ടോ വേറെ ഒരാൾ വേദനിക്കുക എന്നുള്ളത് വലിയ കുറ്റമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഞാൻ ഈ വാചകങ്ങൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ച, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറെ വേദനയുണ്ടാക്കുന്ന വാർത്തയാണ് റാഗിംഗ്. പല കലാലയങ്ങളിലും പല ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾ അവരുടെ ജൂനിയറുകളായി അവരുടെ താഴെയുള്ള കുട്ടികളെ നിഷ്ഠൂരമായി ഉപദ്രവിക്കുന്ന, വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നലെയുണ്ടായ റാഗിങ്ങിൻ്റെ വാർത്തയും വീഡിയോയും ഒക്കെ ചാനലുകൾ നിരന്തരം പുറത്തുവിട്ടു. യഥാർത്ഥത്തിൽ അത്തരം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കുക എന്നുള്ളത് ഒരു ആത്മാഭിമാനമുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യന് സാധ്യമല്ല. അത്രമാത്രം ക്രൂരമായ രീതിയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ സഹപ്രവർത്തകരെ, അവരുടെ സഹപാഠികളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. കയ്യും കാലും കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുക, അവരുടെ പഠനത്തിൻ്റെ ആവശ്യത്തിനുള്ള കോമ്പസ് പോലെയുള്ള ഉപകരണങ്ങളെടുത്ത് അവരുടെ ശരീരത്തിൽ കുത്തി മുറിവുണ്ടാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രമാത്രം ക്രൂരമായ പ്രവർത്തികൾ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഈ വാർത്തയ്ക്ക് ശേഷം വെറുതെ ഗൂഗിളിലൊന്ന് ഞാൻ സെർച്ച് ചെയ്തു, റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഇന്നലകളിൽ നടന്ന വാർത്തകൾ എന്താണ് എന്ന് വായിക്കാൻ. എത്രയോ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആ റാഗിങ്ങിൻ്റെ പേരിൽ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. പഠിച്ചു വളരേണ്ട, ഒരു കുടുംബത്തിന് താങ്ങാകേണ്ട, തണലാകേണ്ട, ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ നല്ല മകനായി വളരേണ്ട കുട്ടികൾ തൻ്റെ സഹപാഠികളിൽ നിന്ന് ഏറ്റ ക്രൂരമായ പീഡനത്തിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിൽ അഭിമാനം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ മരിക്കണം. ആത്മഹത്യ പാപമാണ്. പക്ഷെ അതൊന്നും അവർ ഓർക്കുന്നില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കുന്ന എന്താണ്? ഇത്തരത്തിലുള്ള റാഗിങ്ങളാണ്. ഞാൻ ഈ വാചകങ്ങൾ ഇവിടെ പറയാനുള്ള കാരണം, ഈ പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഖുത്ബകൾ കണ്ടുവരുന്നവരാണ്. നമ്മുടെ പ്രവാചകൻ്റെ അധ്യാപനം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ സഹപാഠിയുടെ കണ്ണ് നിറയുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ മുസ്ലിമായ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മൾ ഈ സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ആളുകളാണ്. നമ്മുടെ കലാലയത്തിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് ഉറച്ചു പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന ആളുകളായി വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾ 10ാം ക്ലാസ്സിലും അതിൻ്റെ മുകളിലുമൊക്കെ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോര തിളക്കുന്ന സമയമാണ്. ആളുകൾ കൂടെ കൂടുമ്പോൾ എന്തും ചെയ്യാൻ നമുക്ക് നമ്മുടെ മനസ്സും ചുറ്റുപാടുമൊക്കെ ഓർമ്മിപ്പിക്കുന്ന സമയമാണ്. അവിടെ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ തോന്നിവാസികളാകാൻ പാടില്ല. അവിടെയൊക്കെ നമുക്ക് ബോധമുണ്ടാകേണ്ടത് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടവനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കാൻ വിദ്യാർത്ഥികളായ ആളുകൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾക്ക് സ്വർഗം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നോക്ക്, നിങ്ങളൊരു മൃഗത്തിന് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗമുണ്ട് എന്ന അധ്യാപനം, അതാണ് നബി പഠിപ്പിച്ചത്. ആ അധ്യാപനം പഠിച്ച കേട്ട ഒരാൾക്ക് എങ്ങനെയാണ് തൻ്റെ സഹപാഠിയുടെ മുഖത്തടിക്കാൻ പറ്റുന്നത്? അവനെങ്ങനെയാണ് തൻ്റെ സഹപാഠിയെ കെട്ടിയിടാൻ സാധിക്കുന്നത്? അവനെങ്ങനെയാണ് ഒരായുധം ഉപയോഗിച്ച് സഹപാഠിയുടെ ശരീരത്തിൽ വരയാൻ കഴിയുന്നത്?
ഉപദ്രവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാരണം ഒരാളും വേദനിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കാൻ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് കഴിയേണ്ടതുണ്ട്. അതിനവർ ദീന് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച രീതിയിൽ, അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന രീതിയിൽ ഏറ്റവും നല്ല മുസ്ലിമായി, ഏറ്റവും മാന്യനായി, ഇസ്ലാമിൻ്റെ എല്ലാ അടയാളങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായി ജീവിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു